നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗം നമുക്ക് തുടങ്ങി വയ്ക്കാം. ഏകാംഗി സ്വദേശ് ദീപക് എഴുതിയ ഷാദി കി ബാത്ത് എന്ന ഏകാംഗി ഈ ക്ലാസ്സിൽ തുടങ്ങി വയ്ക്കാം. അപ്പം ആദ്യം സ്വദേശ് ദീപക് എന്ന എഴുത്തുകാരനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടണം. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്വദേശ് ദീപക് കാ ജന്മ റാവൽപിंडी में हुआ. स्वदेश दीपक का जन्म रावलपिंडी में हुआ. रावलपिंडी अब पाकिस्तान में है. रावलपिंडी अब पाकिस्तान में है. वे कहानीकार, उपन्यासकार, नाटककार के रूप में विख्यात है. वे कहानीकार, उपन्यासकार, नाटककार के रूप में विख्यात है. संस्मरण और टेलीफिल्मकार के रूप में भी इनकी उपलब्धियां प्रमाणित है. संस्मरण और टेलीफिल्मकार के रूप में भी इनकी उपलब्धियां प्रमाणित है. आपके द्वारा रचित कुछ कहानियों तथा नाटकों पर 3 टेलीफिल्म बनी. आपके द्वारा रचित कुछ कहानियों तथा नाटकों पर 3 टेलीफिल्म बनी. अपने बेहतरीन लेखन के कारण साहित्य क्षेत्र में आपको कई पुरस्कार मिले. आपने बेहतरीन लेखन के कारण साहित्य क्षेत्र में आपको कई पुरस्कार मिले, जिसमें जयशंकर पुरस्कार, बेस्ट प्ले पुरस्कार, सूर पुरस्कार प्रमुख है. इन पुरस्कारों में जयशंकर पुरस्कार, बेस्ट प्ले पुरस्कार, सूर पुरस्कार आदि प्रमुख है. कोर्ट मार्शल जैसे प्रसिद्ध नाटक के रचयिता स्वदेश दीपक अपनी रचनाओं में समाज और विद्रुपताओं को कुशलता से चित्रित किया. कोर्ट मार्शल जैसे प्रसिद्ध नाटक के रचयिता स्वदेश दीपक अपनी रचनाओं में समाज और विद्रुपताओं को कुशलता से चित्रित किया. किंतु दुर्भाग्य हिंदी का इतना महान लेखक जो मौत के मुँह से कई बार बच के निकल आया. किंतु दुर्भाग्य हिंदी का इतना महान लेखक जो मौत या मृत्यु के मुँह से कई बार बच के निकल आया. न जाने भ्रमण करते करते कहाँ निकल गया, जो आज तक वापस
नहीं आया। न जाने भ्रमण करते करते कहाँ निकल गया, जो आज तक वापस नहीं आया। ढूंढने की सारी कोशिशें विफल रही। ढूंढने की सारी कोशिशें विफल रही। हिंदी साहित्य आज भी अपने प्रिय लेखक की वापसी की वाट जोह रहा है। हिंदी साहित्य आज भी अपने प्रिय लेखक की वापसी की वाट जोह रहा है। അപ്പോൾ സ്വദേശ് ദീപക് എന്ന ലേഖകൻ എന്ന എഴുത്തുകാരൻ, അദ്ദേഹം ജനിച്ചത് റാവൽപിണ്ടി എന്ന സ്ഥലത്താണ്. റാവൽപിണ്ടി 1942 അദ്ദേഹത്തിൻ്റെ ജനനം. റാവൽപിണ്ടി അബ് പാകിസ്ഥാൻ മേം ഹെ. എന്നാൽ റാവൽപിണ്ടി എന്ന സ്ഥലം അബ് ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നതിന് മുൻപെയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ ഇന്ന് പാകിസ്ഥാനിലാണ് റാവൽപിണ്ടി എന്ന സ്ഥലം. സ്വദേശ് ദീപക് കഥാകാരൻ, നോവലിസ്റ്റ്, നാടകകാരൻ എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ്, പ്രശസ്തനാണ്. അപ്പോൾ കഥകളും നോവലുകളും നാടകങ്ങളും എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ നിലകളിലെല്ലാം, ഈ രൂപത്തിലെല്ലാം സ്വദേശ് ദീപക് പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അതുപോലെ സൻസ്മരൺ, ഓർമ്മക്കുറിപ്പ്, പിന്നെ ടെലിഫിലിം. അപ്പോൾ ഓർമ്മക്കുറിപ്പുകൾ, അതുപോലെ തന്നെ ടെലിഫിലിം, ഇതും അദ്ദേഹം സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആപ്കെ ദ്വാര രചിത്, അതായത് സ്വദേശ് ദീപക് എഴുതിയ കുച്ച് കഹാനിയാം, കുറച്ച് കഥകൾ, അതുപോലെ തന്നെ ചില നാടകങ്ങൾ, ഇതെല്ലാം ടെലിഫിലിം ബനി, ടെലിഫിലിമിൻ്റെ രൂപത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില കഥകളും നാടകങ്ങളുമൊക്കെ ടെലിഫിലിമുകളാക്കി നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് കൈ പുരസ്കാർ, ഒട്ടനവധി പുരസ്കാരങ്ങൾ, ഒട്ടനവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ അല്ലെങ്കിൽ അവാർഡുകളിൽ പ്രധാനപ്പെട്ടത് ജയശങ്കർ പുരസ്കാർ, അതുപോലെ ബെസ്റ്റ് പ്ലേ പുരസ്കാർ, പിന്നെ സൂർ പുരസ്കാർ. ഇതൊക്കെ സ്വദേശ് ദീപക് എന്ന എഴുത്തുകാരന് ലഭിച്ച അവാർഡുകളിൽ ചിലത് മാത്രമാണ്. ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കോർട്ട് മാർഷൽ തുടങ്ങിയ പ്രസിദ്ധമായ നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കോർട്ട് മാർഷൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു നാടകമാണ് സ്വദേശ് ദീപക് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് നാടകങ്ങളും എഴുതിയിട്ടുണ്ട് സ്വദേശ് ദീപക്. ഈ നാടകങ്ങളിലൂടെ അദ്ദേഹം സമൂഹത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ തൻ്റെ നാടകങ്ങളിലും രചനകളിലും അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്, എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഹിന്ദി സാഹിത്യത്തിലെ ഈ മഹാനായ ലേഖകൻ, ഈ മഹാനായ എഴുത്തുകാരൻ മൗത്ത് കെ മുഹ്സെ, മരണത്തിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് കൈ ബാർ ബച്ച് നിക്കല, പലവട്ടം രക്ഷപ്പെട്ട് വന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഹിന്ദിയിലെ പ്രസിദ്ധനായിട്ടുള്ള, പ്രശസ്തനായിട്ടുള്ള ഈ എഴുത്തുകാരൻ മരണമുഖത്ത് നിന്ന്
പലതവണ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് എപ്പോഴും ഭ്രമൺ അങ്ങനെ ചുറ്റിക്കറങ്ങുക, യാത്ര പുറപ്പെടുക, യാത്രകൾ നടത്തുക, ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു സ്വദേശ് ദീപക്. അപ്പം അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ യാത്രകൾ നടക്കും, ചുറ്റിക്കറങ്ങി നടക്കും. അങ്ങനെ ഒരിക്കൽ എക് ഭ്രമൺ കേലിയെ, ഒരു യാത്രയ്ക്ക്, ഒരു സഞ്ചാരത്തിന് വേണ്ടി നിക്കൽ ഗയ പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. പക്ഷേ ആ യാത്ര പോയ അദ്ദേഹം പിന്നെ ആജ് തക് വാപ്പസ് നഹി ആയ, ഇന്നോളം തിരിച്ചു വന്നില്ല. അപ്പോൾ ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ടു. മുൻപും അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്ത് വന്ന ആളാണ്. അങ്ങനെ പലപ്പോഴും മരണത്തിൻ്റെ മുഖത്ത് നിന്നൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടു വന്ന ആളും കൂടിയാണ്. പക്ഷെ ഒരിക്കലൊരു യാത്ര പുറപ്പെട്ടു പോയ അദ്ദേഹം പിന്നെ തിരിച്ച് വന്നില്ല. ഡൂണ്ട്നെ കി സാരി കോശിഷെ വിഫൽ രഹി. അദ്ദേഹത്തിന് ഡൂണ്ട്നെ, തിരയുക, അന്വേഷിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ തിരോധാനം, ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നു അതിൻ്റെ, പക്ഷേ അതെല്ലാം വിഫൽ രഹി, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അന്വേഷണങ്ങൾക്കൊന്നും ഫലം കിട്ടിയില്ല. അപ്പം ഇന്നും അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, തിരിച്ച് വന്നിട്ടില്ല. ഒരു യാത്ര പോയ അദ്ദേഹം ഇന്നോളം തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ അന്വേഷണങ്ങളും വിഫലമായി. എന്നാൽ ഹിന്ദി സാഹിത്യ ലോകം ഇന്നും അപ്പനെ പ്രിയ ലേഖക്, തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ വാപ്പസി, തിരിച്ചുവരവിനായി വാട്ട് ജോഹ് രഹാ ഹെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദി സാഹിത്യ ലോകം ഇന്നും തങ്ങളുടെ പ്രിയപ്പെട്ട ലേഖകൻ, തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരു ദിവസം തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്നോളം അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇന്നും അദ്ദേഹം എവിടെ പോയി, അദ്ദേഹം മരണപ്പെട്ടോ ജീവിച്ച്, ഒന്നും ആർക്കും അറിയില്ല. എന്തായാലും ഒരു ആയുസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യായുസിൻ്റെ എത്ര കാലം വരെ എന്നുള്ള ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല. എന്തായാലും ഇന്നോളം അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ആ യാത്ര പോയത് പിന്നെ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയാണ് സ്വദേശ് ദീപക് എന്ന എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പരിചയം. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹം എഴുതിയ ഷാദി കി ബാത്ത്, വിവാഹകാര്യം. അപ്പോൾ ഷാദി കി ബാത്ത് എന്നൊരു ഏകാംഗിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏകാംഗി അദ്ദേഹം വളരെ പരിഹാസ രൂപേണ എഴുതിയിരിക്കുന്നത്. ഹാസ്യവ്യംഗ്യ, പരിഹാസം, കളിയാക്കുക. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു വിവാഹത്തെ ഒരു കച്ചവടമായി കാണുന്നൊരു സമൂഹം, അങ്ങനെയുള്ളൊരു സമൂഹത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു ഏകാംഗി. അപ്പോൾ വിവാഹത്തെ ഒരു കച്ചവടമാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന് വേണ്ടിയിട്ട് ആലോചനകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ ഗുണഗണങ്ങൾ വേണം, അവൾക്ക് എന്തുമാത്രം സ്ത്രീധനം ലഭിക്കും, അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിക്കുക. അപ്പോൾ അത് കമ്പോളത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്തു തിരഞ്ഞെടുത്ത് വില കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവരുന്നത് പോലെയാണ് ഈ ഒരു സമ്പ്രദായം എന്നാണ് ലേഖകൻ കളിയാക്കി പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കടയിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്തു തിരഞ്ഞെടുക്കുകയാണ്, ഒരുപാടുണ്ടാവും, അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അതിന് വില കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ വില കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ് സ്ത്രീധനം. അപ്പോൾ പെൺകുട്ടിയെ മാത്രമല്ല അവളിൽ നിന്ന് കിട്ടാവുന്ന ധനവും വാങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിനൊരു കച്ചവടമായിട്ടാണ് ലേഖകൻ കളിയാക്കി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു വ്യവസ്ഥിതി, അതായത് ഈ സ്ത്രീധന സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യവസ്ഥിതി കൂടുതലും സമൂഹത്തിലെ മധ്യവർഗ വിഭാഗത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഉച്ചവർഗം എന്ന് പറഞ്ഞാൽ ഉയർന്ന മേൽത്തട്ടിൽ നിൽക്കുന്നവർ. മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ അപേക്ഷിച്ച് കൂടുതലും മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലാണ് ഈ ഒരു സമ്പ്രദായം അധികമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏകാംഗിയിൽ ഒരു അച്ഛനും മകനും കൂടി പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നൊരു സന്ദർഭമാണ്. മകന് പെണ്ണ് കാണാൻ
അപ്പോൾ മകന് പെണ്ണ് കാണാനായിട്ട് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു ഏകാംഗിയിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് അതിശയോക്തിയും കുറേ തമാശകളും ഒക്കെ ആയിട്ട് ഉള്ളൊരു രൂപത്തിലാണ് അദ്ദേഹം ഈ ഏകാംഗി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പറയാനുള്ളത്, ഒന്ന് പ്രഭാത് ചന്ദ്ര അച്ഛനാണ്. ഈ പെണ്ണ് കാണാൻ പോകുന്നുണ്ടല്ലോ അച്ഛനും മകനും കൂടിയിട്ട്, അപ്പോൾ അതിൽ അച്ഛൻ ആണ് പ്രഭാത് ചന്ദ്ര. ഇനി അദ്ദേഹത്തിൻ്റെ മകനാണ് ചാന്ദ്, ഇപ്പോൾ ചെറുപ്പക്കാരൻ. അപ്പോൾ പ്രഭാത് ചന്ദ്ര, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ചാന്ദ്. പിന്നെ പെണ്ണ് അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പെൺകുട്ടിയുടെ പേരാണ് ചകോരി. പെൺകുട്ടിയുടെ അമ്മയാണ് രജനീ ദേവി, ചകോരിയുടെ അമ്മ. പിന്നെ ഒരു കഥാപാത്രം വരുന്നത് ഈ ചകോരിയുടെ വീട്ടിലെ നൗക്കരാനി, ജോലിക്കാരി, വേലക്കാരി. അവളുടെ പേര് ചമേലി എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഏകാംഗിയിൽ ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ഒന്ന് പ്രഭാത് ചന്ദ്രൻ, പയ്യൻ്റെ അച്ഛൻ. പിന്നെ പ്രഭാത് ചന്ദ്രൻ്റെ മകൻ ചാന്ദ്. പിന്നെ പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിലെ പെൺകുട്ടി, അവളുടെ പേര് ചകോരി. പിന്നെ ചകോരിയുടെ അമ്മ രജനീ ദേവി. പിന്നെ ഇവരുടെ വീട്ടിലെ നൗക്കരാനി, ജോലിക്കാരി, അതായത് ചകോരിയുടെ രജനീ ദേവിയുടെ വീട്ടിലെ ജോലിക്കാരി, അവളുടെ പേര് ചമേലി. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ രസകരമായിട്ടുള്ള പെണ്ണ് കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഏകാംഗി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഈ ഒരു ലേഖക പരിചയം എന്നുള്ള ഈ ഒരു ഭാഗം മാത്രം മതി. ബാക്കി അടുത്ത ദിവസമാവാം. അപ്പോൾ അതുവരേക്ക് ധന്യവാദം.